ഡിയർ ഫ്രണ്ട്സ്, ഇത് ശ്രീബുദ്ധൻ പിറന്ന ലുംബിനി, നേപ്പാളിലെ ലുംബിനി എന്ന സ്ഥലത്തുള്ള ഒരു ബുദ്ധ സ്മാരകമാണ്. അപ്പോൾ നമ്മൾ കെമിസ്ട്രിയൊക്കെ പഠിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ചിത്രം ഒന്ന് കണ്ടാലോ? ഈ ചിത്രത്തിൽ എന്താണ് പ്രത്യേകതയുള്ളതെന്ന് വെച്ചാൽ, നമ്മളെ സംബന്ധിച്ച് ഇതിൻ്റെ അത്യുന്നതങ്ങളിൽ ആ ഗോപുരത്തിൻ്റെ ടോപ്പിലെങ്ങാണോ ഒന്ന് എത്തിപ്പോയെങ്കിൽ പിന്നെ എങ്ങനെ തിരിച്ചിറങ്ങും എന്നുള്ളതാണ്. നമുക്ക് താഴെ ഇറങ്ങാൻ എപ്പോഴും മുകളിലെത്തുമ്പോൾ ഒരു അൺസ്റ്റെബിലിറ്റിയാണ്. താഴെ ഇറങ്ങാൻ എന്തെങ്കിലും ഒരു വഴി വേണം, അല്ലേ? അപ്പോൾ നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ്, ആൽഡോസ് ഷുഗേഴ്സിൻ്റെ സ്റ്റെപ്പിംഗ് അപ്പ് കണ്ടു. അതിൻ്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ദാറ്റ് ഈസ് കില്യാനി ഫിഷർ സിന്തസിസ്. അവിടെ നമ്മൾ എക്സാമ്പിൾ എടുത്തത് ഒരു 5 കാർബൺ ഷുഗർ എങ്ങനെ ഒരു 6 കാർബൺ ഷുഗറാക്കി മാറ്റാം. അങ്ങനെ നമ്മൾ അരബിനോസിനെ ഗ്ലൂക്കോസാക്കി മാറ്റി. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഹൈ ഷുഗറിൽ നിന്ന്, അതായത് ഹൈ കാർബൺ കണ്ടൻറ്റുള്ള ഷുഗറിൽ നിന്ന് നമുക്കൊരു ലോവർ മെമ്പറിലേക്ക് വരണമെങ്കിൽ ഒരു പടി ഇറക്കമാണ്, അല്ലേ? ഒരു പഴമക്കാർ പറയും എല്ലാ കയറ്റത്തിനും ഒരു ഇറക്കം ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കയറിപ്പോയി. കാർബൺ സീരീസിൽ, ആൽഡോ സീരീസിൽ ഒരു കയറ്റമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് സ്റ്റെപ്പിംഗ് ഡൗൺ അല്ലെങ്കിൽ ചെയിൻ ഷോർട്ടനിങ് ഓഫ് ആൽഡോസ് ഷുഗർ, അതാണ് എക്സാമിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് നമുക്ക് കില്യാണി ഒരു സീരീസ് ഓഫ് റിയാക്ഷൻസ് തന്നതുപോലെ നമുക്ക് ഇവിടെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനും ഒരു മാർഗം വേണം. കുറേ പടികളുണ്ട് കടന്ന് താഴേക്ക് ഇറങ്ങാൻ. അപ്പോൾ തീർച്ചയായിട്ടും അതെന്താണെന്ന് നോക്കാം. ദാറ്റ് ഈസ്, അത് നമുക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് റഫ് എന്ന സയൻറ്റിസ്റ്റാണ്. അതുകൊണ്ട് ആ മെത്തേഡിനെ നമ്മൾ റഫ് ഡീഗ്രഡേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എന്തൊക്കെയാണ് റഫ് ഡീഗ്രഡേഷൻ്റെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് എന്ന് നോക്കാം. ഇവിടെ മെയിനായിട്ട് 3 സ്റ്റെപ്സാണ് ഉള്ളത് റിയാക്ഷനിൽ. ഫസ്റ്റ് ഈസ് ട്രീറ്റ്മെൻറ്റ് വിത്ത് ബ്രോമിൻ വാട്ടർ. നമുക്ക് ഏത് ഷുഗറിനെയാണോ സ്റ്റെപ്പ് ഡൗൺ ചെയ്യേണ്ടത്, അതായത് അതിൻ്റെ കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം ഒരു കാർബൺ ആറ്റം കുറയ്ക്കേണ്ടത്, അപ്പോൾ ആ ഇതിനെ നമ്മൾ ആദ്യം ട്രീറ്റ് ചെയ്യേണ്ടത് ബ്രോമിൻ വാട്ടറുമായിട്ടാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് കാൽഷ്യം കാർബണേറ്റ്, നമ്മുടെ ചുണ്ണാമ്പ് കല്ല് കാൽഷ്യം കാർബണേറ്റ്, ഇതുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. മൂന്നാമത് ഫെൻഡൻസ് റിയേജൻറ്റ്. ഇതിൽ ബ്രോമിൻ വാട്ടർ നിങ്ങൾക്ക് പരിചയമുണ്ട്. അത് ഓക്സിഡൈസിങ് ഏജൻറ്റാണ്, മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻറ്റാണ്. കാൽഷ്യം കാർബണേറ്റിന് അതിനേക്കാൾ പരിചയമുണ്ട്. നമ്മുടെ ചുണ്ണാമ്പ് കല്ല് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ കാൽസ്യം ഹൈഡ്രോക്സൈഡ് കിട്ടും. അതൊരു ബേസാണ്, ബേസിക് റിയേജൻ്റാണ്. ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യും, സോൾട്ട് ഫോം ചെയ്യും, അങ്ങനെയൊക്കെ. ഇനി നമുക്ക് പരിചയപ്പെടേണ്ട